വർണ്ണങ്ങൾ 2024 അവാർഡ് ദാനവും അനുമോദനവും കുമ്പളം ശ്രീ ജ്ഞാനപ്രഭാകര യോഗത്തിൻ്റെയും ശ്രീ ജ്ഞാനപ്രഭാകര വനിതാ സംഘത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ SSLC +2 ഡിഗ്രി PG പ്രൊഫഷണൽ കോഴ്സുകൾക്ക് എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും അതോടൊപ്പം തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, മറ്റ് ബാങ്കിംഗ് പൊതുമേഖലാ സ്ഥാപനം നടത്തിയ മത്സര പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിക്കുന്ന ചടങ്ങ് മുൻ അംബാസിഡറും പ്രമുഖ നയതന്ത്രജ്ഞനുമായ ശ്രീ വേണു രാജാമണി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശ്രീ ജ്ഞാനപ്രഭാകര യോഗം പ്രസിഡന്റ് NP മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, SNDP യോഗം കുമ്പളം ശാഖാ പ്രസിഡന്റ് IP ഷാജി, സെക്രട്ടറി സാജു മീനക്കോടത്തെ, വനിതാ സമാജം സെക്രട്ടറി രാധിക ലതീഷ്, SNDP യോഗം സെക്രട്ടറി KB രാജീവ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വളരെ കുറവ് സ്ഥലങ്ങളിലെ കിട്ടുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനെല്ലാം ഉപരി മലയാളികളുടെ അത്രയും കഴിവുള്ള വ്യക്തികൾ വളരെ കുറവാണ് ലോകത്തിൽ. അതുകൊണ്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ അവാർഡുകൾ നൽകുമ്പോൾ, ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അഭിമാനം നിറഞ്ഞ് തുളുമ്പുകയാണ്. നിങ്ങളിലെ ഓരോ വ്യക്തികളും എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ചും നമ്മുടെ ചെറുപ്പക്കാരോട്, നിങ്ങൾ ഓരോരുത്തരും ലോകത്ത് എവിടെയുള്ള ഒരു ചെറുപ്പക്കാരനെ എടുത്തു നോക്കിയാൽ അവരുമായി താരതമ്യപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തുല്യമായ കഴിവുണ്ട്, അവരെക്കാൾ കൂടുതൽ കഴിവുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്തെങ്കിലും നിങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ആത്മവിശ്വാസമില്ലായ്മയാണ്. നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, ഒരു അരക്ഷിതത്വം ഇല്ലാത്ത തരത്തിൽ ജീവിതത്തെ മുന്നോട്ട് നോക്കുകയും ലോകത്തിൽ മുന്നോട്ട് പോവുകയും സാധിച്ചാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഉയരും, അത് തീർച്ചയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് നിങ്ങൾക്കുള്ള ഭയമാണ്, നിങ്ങൾക്കുള്ള ആ ഒരു അരക്ഷിതത്വത്തിൻ്റെ ഒരു ബോധമാണ്. ഞാൻ ശരിക്ക് ചെയ്യുവാൻ സാധിക്കും, എനിക്ക് വിജയിക്കുവാൻ സാധിക്കുമോ എന്നുള്ളത്. അത് നിങ്ങൾ വെടിഞ്ഞ് നന്നായി പ്രവർത്തിക്കുവാൻ സാധിച്ചാൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ആണെങ്കിലും അറിവാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ജോലി അവസരങ്ങളാണെങ്കിലും, ജോലി എന്ന് പറയുമ്പോൾ അതൊരു സർക്കാർ ജോലി അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന, സ്വയം തൊഴിൽ കണ്ടെത്തുവാനുള്ള കഴിവ്, അത് പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും ഇതെല്ലാം നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അന്ന് നിലനിന്നിരുന്ന വ്യവസ്ഥയാൽ നിഷേധിക്കപ്പെട്ടിരുന്നു. ആ വ്യവസ്ഥ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിരുന്നു. നമ്മുടെ മനുഷ്യരെ അടിക്കണക്കിന് അകലം നിശ്ചയിച്ചു നിർത്തിയിരുന്ന സാമൂഹ്യ ചുറ്റുപാടുകൾ. അതുകൊണ്ടാണ് നല്ല ദൈവങ്ങളെ പ്രാർത്ഥിക്കാനുള്ള അവസരം നമ്മുടെ സമൂഹത്തിനകത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിലെ ആളുകൾ ഉണ്ടാകാതെയാണ്. ശ്രീനാരായണ ഗുരു അരിയപ്പുറത്ത് ആറ്റിൽ മുങ്ങിയെടുത്ത് കല്ലെടുത്ത് പ്രതിഷ്ഠിച്ച് ഇത് ശിവനാണെന്ന് നമ്മളോട് പറഞ്ഞപ്പോൾ അത് കേരളം അക്ഷരം പ്രതി അംഗീകരിച്ചു. അവിടെ നിന്നാണ് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന അധസ്ഥിതന് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായത്. അങ്ങനെ തുടങ്ങിയതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റം. ഇന്ന് രാജാമണി സാർ പറഞ്ഞ് നിർത്തിയത്, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ ഉപയോഗിച്ചാൽ നമുക്ക് ലോകത്തെ തൊട്ടറിയാൻ വേണ്ടി കഴിയും. ആ ശാസ്ത്ര നേട്ടം കൈവരിച്ചത് മനുഷ്യനാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന എല്ലാ നേട്ടത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്